Besar Inay Ilhihai Maain Yavu Esli Maima Adonai Shemai. പ്രിയപ്പെട്ട ദൈവദാസന്മാരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. യഹൂദ മതവിഭാഗങ്ങളിൽ ഒന്നായിരുന്ന സെലഡ്സ് അഥവാ എരിവുകാരെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. റോമാക്കാരെ വിശുദ്ധ ദേശത്തു നിന്നും ബലപ്രയോഗത്തിലൂടെ പുറത്താക്കുവാൻ 1-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത ഒരു യഹൂദ മതരാഷ്ട്രീയ സംഘടനയായിരുന്നു സെലഡ്സ് അഥവാ എരിവുകാർ. ജനത്തെ റോമാക്കാർക്കെതിരെ ഇളക്കി ഒളിപ്പോരാട്ടത്തിലൂടെ ലക്ഷ്യം നേടുക എന്നതായിരുന്നു അവരുടെ തന്ത്രം. റോമാക്കാർ മാത്രമല്ല, റോമാക്കാരുടെ അനുരഞ്ജനത്തിന് ശ്രമിച്ച യഹൂദന്മാരെയും അവർ വെറുക്കുകയും വകവരുത്തുകയും ചെയ്തിരുന്നു. സെലഡ്സ് എന്ന പേര്, പുതിയ നിയമത്തിൽ എരിവുകാർ എന്ന പേര് മത്തായി 10:4, ലൂക്കോസ് 6:15, അപ്പോസ്തല പ്രവൃത്തി 1:13 എന്നിവിടങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിനു വേണ്ടി തീഷ്ണതയുള്ളവർ എന്നാണ് ഈ പേരിൻ്റെ ലളിതമായ അർത്ഥം. ഉത്ഭവം: ഗലീലക്കാരനായ യൂദയും പരീശനായ സാദോക്കും ചേർന്ന് BC 6 രൂപീകരിച്ചതാണ് എരിവുകാരുടെ സംഘം എന്ന് യോസിഫസ് എഴുതിയിരിക്കുന്നു. പക്ഷേ ഇവരുടെ ആശയം മക്കാബിയരുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ക്രിസ്തുവിന് മുൻപ് 2-ാം നൂറ്റാണ്ടിൽ ദേശത്തിൻ്റെ ഭരണം പിടിച്ചെടുത്ത ഒരു യഹൂദ ഒളിപ്പോരാളി സംഘമായിരുന്നു മക്കാബിയർ. മക്കാബിയരെക്കുറിച്ച് നാം മറ്റൊരു ക്ലാസ്സിൽ വിശദമായി പഠിച്ചല്ലോ. എരിവുകാരുടെ വിശ്വാസങ്ങൾ. ഈ സംഘടനയുടെ ആശയങ്ങൾ അടിസ്ഥാനപരമായി ആത്മീകമായിരുന്നു. എല്ലാ യഹൂദ മതവിഭാഗങ്ങളുടെയും പൊതുവായ അടിസ്ഥാനം തോറയായിരുന്നല്ലോ. പക്ഷേ പരീശന്മാരെ പോലെ എരിവുകാർ തോറയ്ക്ക് അവരുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. തോറ എന്തൊക്കെ ആവശ്യപ്പെടുന്നോ അതിനുവേണ്ടി നിലകൊള്ളുക എന്നതായിരുന്നു എരിവുകാരുടെ നയം. അതിൽ ചിലത് ഇപ്രകാരമായിരുന്നു: 1. യഹോവയെ മാത്രം ദൈവമായി യഹൂദന്മാർ അംഗീകരിക്കുക. ഓർക്കുക, ചക്രവർത്തിയെ ദൈവമായി അംഗീകരിച്ച് ധൂപം കാട്ടിയിരുന്ന കാലമായിരുന്നു അത്. 2. റോമാക്കാരുടെ വിഗ്രഹാരാധനയെ തുടച്ചു മാറ്റിയും അവരുടെ നിഷ്ഠൂര ഭരണത്തെ ഇല്ലാതാക്കിയും യഹോവയുടെ ആധിപത്യം ദേശത്ത് പുനഃസ്ഥാപിക്കുക. 3. യഹൂദനും ജാതികളും തമ്മിൽ തോറ നിഷ്കർഷിക്കുന്ന പ്രകാരമുള്ള വേർപാട് പുനഃസ്ഥാപിക്കുക. 4. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തൊരു രാജ്യമായി അതിൻ്റെ പഴയ മഹത്വത്തിലേക്ക് ഉയർത്തുക. 5. ഈ ബോധ്യങ്ങൾ നടപ്പിലാക്കാൻ ഏതുപാധിയും, ബലപ്രയോഗമാകട്ടെ കൊലപാതകമാകട്ടെ, ഉപയോഗിക്കുക. 6. റോമാക്കാർക്ക് കരം കൊടുക്കുന്ന യഹൂദൻ ഭീരുവാണെന്നും അത് അടിമത്വം ആണെന്നുമായിരുന്നു എരിവുകാരുടെ വാദം. അങ്ങനെ നോക്കിയാൽ എരിവുകാർ ആദിമകാല ആത്മീയ തീവ്രവാദികളായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എരിവുകാരും കട്ടാരക്കാരും. എരിവുകാരിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു കൂട്ടരെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരാരാണെന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 21:38 കട്ടാരക്കാരെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. എരിവുകാരുടെ ഇടയിലെ കൊടും തീവ്രവാദികളായിരുന്നു കട്ടാരക്കാർ. ഇവരെ അന്ന് ശിഖാരി അഥവാ കട്ടാരക്കാർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. നീളം കുറഞ്ഞ മൂർച്ചയുള്ള വളഞ്ഞ കഠാരകൾ അവർ വസ്ത്രത്തിനുള്ളിൽ കൊണ്ടു നടക്കുമായിരുന്നു. യോസിഫസ് അവരെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പകൽ വെളിച്ചത്തിൽ മനുഷ്യരെ കുത്തിക്കൊല്ലുന്ന ഒരു കൂട്ടം കള്ളന്മാർ യെരുശലേമിൽ ഉണ്ടായിരിക്കുന്നു. അവിടുത്തെ ഉത്സവ സമയങ്ങളിൽ ജനക്കൂട്ടവുമായി ഇടകലർന്ന് ഇവരുടെ വസ്ത്രത്തിനുള്ളിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നീളം കുറഞ്ഞ കട്ടാരകൾ കൊണ്ട് അവരുടെ ശത്രുക്കളെ കുത്തിക്കൊന്നിരുന്നു. ആദ്യം അവർ കൊലപ്പെടുത്തിയത് ജോനഥൻ മഹാപുരോഹിതനെ ആയിരുന്നു. അതിന് പിന്നാലെ ദിവസവും അനേകരെ കൊല്ലുമായിരുന്നു. യേശുവും എരിവുകാരും. ലൂക്കോസ് 6:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ 12 ശിഷ്യന്മാരുടെ പേരുകൾ നാം കാണുന്നു. 15-ാം വാക്യത്തിൽ ശിമോൻ എന്നയാളുടെ പേര് കാണുന്നു. ശിമോൻ പത്രോസിൽ നിന്നും ഇദ്ദേഹത്തെ വേർതിരിച്ചറിയുവാൻ എരിവുകാരനായ ശിമോൻ എന്ന് പറഞ്ഞിരിക്കുന്നു. തീവ്രവാദ സ്വഭാവമൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം ഒരു സുവിശേഷ പ്രചാരകനായി തീർന്നു എന്ന് അനുമാനിക്കാം. ഇദ്ദേഹത്തെക്കുറിച്ച് അധികമൊന്നും പിന്നീട് കാണുന്നില്ല. എങ്കിലും ഈജിപ്തിൽ സുവിശേഷീകരണം നടത്തിയ അനന്തരം അദ്ദേഹം യാക്കോബിൻ്റെ സഹോദരനായ യൂദയോടൊപ്പം പേർഷ്യയിലും പിന്നെ ലെബാനോനിലും എത്തിയെന്നും അവിടെ രണ്ടുപേരും AD 65 രക്തസാക്ഷികളായെന്നും പറയപ്പെടുന്നു. മറ്റു പല വാദങ്ങളും ഈ കാര്യത്തിൽ ഉണ്ടായേക്കാം. എരിവുകാരനായ ശീമോൻ യേശുവിൻ്റെ ശിഷ്യനാകുന്നതിന് മുൻപ് എരിവുകാരുടെ സംഘത്തിലെ ഒരംഗമായിരുന്നു എന്ന് പറയപ്പെടുന്നു. പുതിയ നിയമത്തിൽ 9 ശീമോന്മാരെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇദ്ദേഹത്തെ ഇപ്പോഴും എരിവുകാരനായ സൈമൺ എന്നാണ് അറിയപ്പെടുക. ഇസ്കറിയത്ത യൂദയും എരിവുകാരനായിരുന്നോ?
യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദായും എരിവുകാരനായിരുന്നു? ലൂക്കോസ് 6:14 ഈ യൂദയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ദ്രോഹിയായി തീർന്ന യൂദ എന്നാണല്ലോ. യാക്കോബിന്റെ സഹോദരനായ യൂദയിൽ നിന്നും വേർതിരിച്ച് കാണിക്കുവാനായിരിക്കാം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇസ്കരിയോത്ത എന്ന പേരിൽ നിന്നും ഈ യൂദ ഒരു എരിവുകാരനായിരുന്നു എന്ന് വാദിക്കുന്നവരുണ്ട്. അതിന് കാരണം നോക്കാം. ഇസ്കരിയോത്ത എന്ന പേര് യഹൂദയിലുള്ള കെരിയോത്തു എന്ന പട്ടണത്തിൽ നിന്നും വന്നിട്ടുള്ളതാണെന്ന് ചിലർ വാദിക്കുന്നു. മറ്റു ചിലരാകട്ടെ പകർത്തി എഴുതിയപ്പോൾ 2 അക്ഷരങ്ങൾ മാറിപ്പോയതാണെന്നും ശിഖാരി എന്ന വാക്ക് യൂദ ഇസ്കരിയോത്ത് എന്ന് മാറിപ്പോയതാണെന്നും വാദിക്കുന്നു. യൂദ എരിവുകാരനായിരുന്നെന്നും അവസാന നിമിഷം വരെ യേശു റോമക്കാരെ തോൽപ്പിച്ച് അക്ഷരികമായ രാജ്യത്വം സ്ഥാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നും ഒരു എരിവുകാരൻ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുത്തു എന്നുമാണ് വാദം. എരിവുകാരുടെ പോരാട്ടം ശക്തമാകുന്നു. റോമൻ ചക്രവർത്തിയായ അഗസ്റ്റസ് ചക്രവർത്തി ആരാധന മറ്റെല്ലായിടത്തെയും പോലെ ഇസ്രായേലിൽ നടപ്പിലാക്കാൻ തുടങ്ങിയതോടെയാണ് എരിവുകാരുടെ പോരാട്ടം ശക്തമായത്. വലിയവനായ ഹെരോദാവിൻ്റെ കാലത്താണിത് ആരംഭിച്ചത്. യെരുശലേമിൽ ചക്രവർത്തിയുടെ ബഹുമാനാർത്ഥം ഒരു ക്ഷേത്രം പണിതില്ലെങ്കിലും പലസ്തീനിലെ മറ്റ് ചിലയിടങ്ങളിൽ അങ്ങനെ ചെയ്യുകയുണ്ടായി. യെരുശലേമിൽ തൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കണമെന്ന കൽപ്പന പുറപ്പെടുവിച്ചത് കലികുളയായിരുന്നു. പക്ഷേ ഇത് നടപ്പിലാക്കുന്നതിന് മുൻപേ AD 41 കലികുള കൊല്ലപ്പെട്ടു. എരിവുകാരുടെ അന്ത്യം. AD 66 എരിവുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വർഷമായിരുന്നു. ആ വർഷം യഹൂദന്മാരും റോമക്കാരുമായിട്ടുള്ള ദി ഗ്രേറ്റ് ജൂയിഷ് റിവോൾട്ട്, ഏറ്റവും വലിയ യഹൂദ കലാപം ആരംഭിച്ചു. എരിവുകാർ യെരുശലേം പിടിച്ചെടുത്തു. പക്ഷേ അവസാനം കലാപം തോൽവിയിൽ കലാശിച്ചു. AD 70 സൈന്യാധിപൻ തീത്തോസിന്റെ നേതൃത്വത്തിൽ റോമൻ സൈന്യം യെരുശലേമിനെ വളഞ്ഞു. നീണ്ട 8 മാസത്തെ ഉപരോധത്തിൽ നഗരം മുഴുവൻ പട്ടിണി കിടന്ന് മരിക്കുമെന്നായി. യോസിഫസിന്റെ ദി ജൂയിഷ് വാർ എന്ന ഗ്രന്ഥത്തിൽ അക്കാലത്ത് യെരുശലേം പട്ടണത്തിലെ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് കണ്ണുനീരോടെ അല്ലാതെ നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയില്ല. ചിലതിവിടെ ഉദ്ധരിക്കാം. നഗരത്തിലുടനീളം ആളുകൾ വിശപ്പ് കൊണ്ട് മരിച്ചു വീണുകൊണ്ടിരുന്നു. മരിച്ചു വീഴുന്നവരുടെ കീശയിൽ ഒരു തരി അപ്പമെങ്കിലും ഉണ്ടോ എന്നറിയാൻ ചിലർ അവ അരിച്ചു പെറുക്കിക്കൊണ്ടിരുന്നു. വിശപ്പ് കൊണ്ട് മരിക്കാറായവർ എന്തും തിന്നുമെന്നായി. അവസാനം തുകൽ ബെൽറ്റുകൾ, ചെരുപ്പുകൾ, പരിചകളിൽ നിന്നും കീറിയെടുക്കുന്ന ചെറിയ തുകൽ കഷണങ്ങൾ എന്നിവയും തിന്നുകൊണ്ടിരുന്നു. ഉണങ്ങിയ പുല്ല് ഒരു ചെറിയ കെട്ടിന് 4 ഡ്രാക്മ വരെ വിലയുണ്ടായിരുന്നു. യോസിഫസ് വളരെ വിഷമത്തോടെ ഒരു സംഭവം കൂടെ എഴുതിയിട്ടുണ്ട്. നഗരം കഠിനമായ ക്ഷാമത്തിൻ്റെ പിടിയിൽ അമർന്നപ്പോൾ മേരി എന്ന ഒരു സ്ത്രീ പാല് കുടിക്കുന്ന തൻ്റെ സ്വന്തം കുഞ്ഞിനെ കൊന്നു തിന്ന സംഭവം. യെരുശലേമിൻ്റെയും ദേവാലയത്തിൻ്റെയും നാശത്തെക്കുറിച്ച് വിശദമായി മറ്റൊരു ക്ലാസ്സിൽ വിവരിക്കാം. 8 മാസത്തിന് ശേഷം തീത്തോ യെരുശലേം നഗരം കീഴടക്കി. നഗരവും ദൈവാലയവും പൂർണ്ണമായി നശിപ്പിച്ചു. ദൈവാലയം കത്തി നശിച്ചു. ഏകദേശം 10 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. നഗരത്തിൽ നിന്ന് രക്ഷപ്പെട്ട കലാപകാരികൾ യഹൂദ മരുഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് ചാവുകടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്തിരുന്ന മസദ എന്ന റോമൻ കോട്ടയിലേക്ക് ഓടിച്ചെന്നു പട്ടാളക്കാരെ കൊന്ന് കോട്ട പിടിച്ചെടുത്തു. അതിൽ അഭയം തേടി. ആർക്കും വേഗം കയറി ചെല്ലാനോ കീഴ്പ്പെടുത്താനോ കഴിയാത്ത അത്ര ഉയരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഒന്നായിരുന്നു മസ്ദ. എരിവുകാരും അവരുടെ കുടുംബങ്ങളും കലാപകാരികളോട് ചേരുകയും ഏതാണ്ട് 3 വർഷം അവിടെ താമസിച്ചുകൊണ്ട് പിന്നെയും ഒളിപ്പോരാട്ടം നടത്തുകയും ചെയ്തു. AD 70 ഫ്ലാവിയസ് സിൽവ എന്ന റോമൻ സൈന്യാധിപൻ 8000 റോമൻ പടയാളികളുമായി മസ്ദ വളഞ്ഞു. അനേക മാസത്തെ പരിശ്രമത്തിന് ശേഷം റോമൻ സൈന്യം കോട്ട പിടിക്കുമെന്നായി. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ബെൻ യായിറിന്റെ നിർദ്ദേശപ്രകാരം 2 സ്ത്രീകളും 5 കുട്ടികളും ഒഴികെ ബാക്കി പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഏതാണ്ട് 953 പേർ സ്വയം ജീവനെടുത്തു. ഒരു ജലസംഭരണിയിൽ ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ട 2 സ്ത്രീകൾ പറഞ്ഞത് ഫ്ലാവിയസ് വിവരിക്കുന്നുണ്ട്. ബെൻ യായറിന്റെ നേതൃത്വത്തിൽ അവർ കോട്ട തീയിട്ട് നശിപ്പിച്ചു. എരിവുകാർ ചീട്ടിട്ട് 10 പേരെ തെരഞ്ഞെടുത്തു. അവർ മറ്റുള്ളവരെ കൊന്ന ശേഷം അവരിൽ ഒരുവൻ മറ്റു 9 പേരെ കൊല്ലാനും അവശേഷിക്കുന്നയാൾ സ്വയം ആത്മഹത്യ ചെയ്യാനും തീരുമാനിച്ചു. യോസിഫസ് തന്റെ വാഴ്സ് ഓഫ് ദ ജ്യൂസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: റോമാക്കാരുടെ കയ്യിൽ തങ്ങളിൽ ആരും ജീവനോടെ അകപ്പെടരുത് എന്ന് ഉറപ്പുവരുത്തി അവർ മരിച്ചു. കോട്ടയിലേക്ക് കടന്ന ഈ റോമൻ പടയാളികൾ കണ്ട കാഴ്ച ദാരുണമായിരുന്നു. എങ്ങും നിശബ്ദത, കത്തുകയും പുകയുകയും ചെയ്യുന്ന കോട്ടയ്ക്കുള്ളിൽ നിറയെ ചിതറിക്കിടക്കുന്ന മൃതശരീരങ്ങൾ മാത്രം. വിജയാരവം മുഴക്കുന്നതിന് പകരം റോമൻ പടയാളികൾ കൂട്ടമരണം കൈവരിച്ച് യഹൂദ പോരാളികളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ മഹത്വത്തിന് മുൻപിൽ തലകുനിച്ച് നിന്നുപോയി. അടുത്ത ആഴ്ച മറ്റൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതുവരെ
ദൈവം നിങ്ങളെ അനുഗ്രഹത്തോടെ കാത്തു പരിപാലിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. עיניי אל ההי, מאין יבוא עזרי, עזרי